ഹായ് ഫ്രണ്ട്സ്, പവർ ടെക് ഫോർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലാച്ചിങ് റിലേ ഉപയോഗിച്ച് എങ്ങനെ ടു വേ കൺട്രോൾ ചെയ്യാം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ ലാച്ചിങ് റിലേ എടുത്തിട്ടുള്ളത് സ്നൈഡർ എന്ന കമ്പനിയുടെ ലാച്ചിങ് റിലേയാണ് എടുത്തിട്ടുള്ളത്. 16 ആംപിയറാണ് ഈ ലാച്ചിങ് റിലേ. ഇതിൽ കണക്ഷൻ കൊടുക്കാനുള്ള ഭാഗങ്ങൾ A1 1, A2 2 ഇങ്ങനെ ആയിരിക്കും ഇതിൽ കണക്ഷൻ കൊടുക്കാനുള്ള ഭാഗങ്ങൾ ഉണ്ടാവുക. ഇതിലുള്ള ഈ നോബ് ഒരു സ്ക്രൂ ഡ്രൈവർ ഒന്ന് ഇട്ട് നീക്കി കഴിഞ്ഞാൽ, ഓഫിലിട്ട് കഴിഞ്ഞാൽ, ബെൽ പുഷ് ഓണാക്കി കഴിഞ്ഞാൽ റിലേ വർക്കാവില്ല. ഓട്ടോയിലിട്ട് കഴിഞ്ഞാൽ മാത്രമേ ബെൽ പുഷ് ഓണാക്കി കഴിഞ്ഞാൽ റിലേ വർക്കാവുള്ളൂ. ഇനി ഇതിലേക്കുള്ള കണക്ഷനൊന്ന് കൊടുത്തു നോക്കാം. ഈ A1 1 എന്നെഴുതിയ ഭാഗത്ത് 1 എന്നെഴുതിയ ഭാഗത്താണ് നമ്മൾ സപ്ലൈ കൊടുക്കേണ്ടത്, ഫേസ്. ഈ 2വേൻ്റെ ഉപയോഗം ഇൻ്റർമീഡിയറ്റ് സ്വിച്ചിൻ്റെ പകരം ഈ ലാച്ചിങ് റിലേ യൂസ് ചെയ്യുക. അതാണ് വയറുകളൊക്കെ കുറേ ലാഭിക്കാനൊക്കെ പറ്റും. അതാണ് ഇതുകൊണ്ടുള്ള ഉപകാരം. ഇതിൽ 2വേ സ്വിച്ചിൻ്റെ പകരം ബെൽ സ്വിച്ച് ഉപയോഗിക്കണം എന്നുള്ളൂ, അല്ലാത്ത വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. A2 എന്നെഴുതിയ ഭാഗത്ത് ന്യൂട്രാണ് കൊടുക്കേണ്ടത്. ന്യൂട്രി കിട്ടിക്കഴിഞ്ഞാൽ ഈ റിലേ വർക്കാവുള്ളൂ. ഇതിലുള്ള 2 ന്യൂട്ര്, ഒന്ന് ബൾബിൻ്റെ ന്യൂട്രും ഒന്ന് ഇതിലേക്കുള്ള ഇൻകമർ ന്യൂട്രുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക, ലൈക്കും ചെയ്യുക. A2 2 എന്ന എഴുതിയ ഭാഗത്ത് ബൾബിൻ്റെ ഫേസ് വയറാണ് കൊടുക്കേണ്ടത്. ഈ 2 ബെൽ സ്വിച്ചുമ്മിൽ ഞാൻ വയറുകളൊക്കെ ലിങ്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു വയറ് ലാച്ചിങ് റിലേയിൽ കൊടുക്കാനും ഒരു വയറ് ബെൽ സ്വിച്ചിക്കുള്ള സപ്ലൈ കൊടുക്കാനും. ബെൽ സ്വിച്ചുമെന്നുള്ള 2 വയറുള്ളിൽ ഒരു വയറ് A1 എന്ന് എഴുതിയ ഭാഗത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷനുകളൊക്കെ. ഈ കണക്ഷനൊക്കെ കൊടുത്തത് മനസ്സിലായി എന്ന് വിചാരിക്കണേ. ഇനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ എനിക്കറിയാവുന്ന സംശയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.